ഡോപ്പമിൻ ഈ ഇടയായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ന്യൂറോ കെമിക്കലാണ് ഈ ഡോപ്പമിൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം, നമ്മളെ മോട്ടിവേഷൻ ഫാക്ടറിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാധനമാണെന്ത് ഈ ഡോപ്പമിൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഡോപ്പമിൻ ചേസ് ചെയ്തിട്ടുള്ള നമ്മളുടെ ഈ പോക്ക് ശരിയായ രീതിയിലല്ലെങ്കിൽ ഇത് നമുക്ക് പണിയാവാനുള്ള ചാൻസ് വളരെയധികം ഹൈ ആണ്. ഏതൊരു ആക്ടിവിറ്റിയിൽ നമ്മൾ എൻഗേജ് ചെയ്യുകയാണെങ്കിലും ഒരു മോട്ടിവേഷൻ ഫാക്ടർ നിർബന്ധമാണ്. അത് പഠനമാണെങ്കിലും വേണം, അതല്ലെങ്കിൽ നമ്മൾ കളിക്കുകയാണെങ്കിലും വേണം, അതല്ല എന്തെങ്കിലുമൊക്കെ ഒരു ലേഷർ ആക്ടിവിറ്റീസിൽ നമ്മൾ എൻഗേജ് ചെയ്യുകയാണെങ്കിലും എന്തെങ്കിലും ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഇല്ലാതെ നമുക്കത് ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ വളരെ ചീപ്പായിട്ടുള്ള ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഡോപ്പമിൻ തരുന്ന ഒരു ഡിവൈസ് നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കെ നമ്മൾ പലപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ തുടർന്ന് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന പല ആക്ടിവിറ്റീസിലും എൻഗേജ് ചെയ്യുന്നത് റോങ് വേയിലാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ. എൻ്റെ പേര് ഷഹീം അഷ്റഫ്, XNYയിൽ എഡ്യൂക്കേഷൻ സൈക്കോളജിസ്റ്റ് ആണ്. നമ്മളുടെ ഈ ഡോപ്പമിൻ ചേസ് ചെയ്തിട്ടുള്ള ഈ ഒരു കസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു ശീലം നമ്മൾ എങ്ങനെയാണ് ട്രാപ്പിലാക്കാൻ പോകുന്നത് എന്ന് വിശദീകരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായിരുന്നു ശ്രീലക്ഷ്മി താൻ ക്ലാസ് ടോപ്പ്? ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള ആക്ടിവിറ്റീസിലൊക്കെ നമ്മുടെ മൊബൈൽ ഫോണും കൂടി നമ്മൾ അക്കമ്പനി ചെയ്യൽ വളരെ സാധാരണയായിട്ട് മാറിയിരിക്കുകയാണ് അല്ലേ? അതായത് നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇന്നോവേറ്റബിൾ ആയിട്ടുള്ള പല മൊമെന്റുകളിലും ഇത് നമ്മൾ അക്കമ്പനി ചെയ്തു. ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, ചായ കുടിക്കുമ്പോൾ, വെറുതെ ഒരു വാക്കിന് പോകുമ്പോൾ, നമ്മൾ ജിമ്മിന് പോകുമ്പോൾ ഒക്കെ ഈ മൊബൈൽ ഫോൺ നമ്മൾ അക്കമ്പനി ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ പല ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ആക്ഷൻസിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പലതരത്തിലും അസോസിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ഹാപ്പനിങ് ഓൺ അവർ ഡോപ്പമിൻ ലെവൽസ്? അതായത് റിക്കറൻ്റ് ആയിട്ടുള്ള ഇത്തരത്തിൽ അസോസിയേഷൻസോട് കൂടിയിട്ട് നമ്മൾ ആക്ഷൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മുടെ ഡോപ്പമിൻ സ്പൈക്സ് എന്ന് പറയുന്നത് സാധാരണഗതിയിലും ഹയർ ആയിട്ടുള്ള ഒരു സ്പൈക്കിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന് ഫ്രീക്വൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതുപോലുള്ള അസോസിയേഷൻസ് കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന വളരെ ഇന്നോവേറ്റബിൾ ആയിട്ടുള്ള പല ആക്ഷൻസും ഉണ്ട്. വായിക്കലായിരിക്കാം, ഒരു വാക്കിന് പോകലായിരിക്കാം. ഇത്തരത്തിലുള്ള ആക്ഷൻസിനൊക്കെ നമ്മൾ കുറേ കണ്ടീഷൻസ് ഡോപ്പമിൻ ലെവലിൽ തന്നെ ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്നുള്ള നിലയ്ക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രിഫിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രിഫിക്സിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ ഒരു സ്പൈക്ക് ലെവൽസ്, ഡോപ്പമിൻ സ്പൈക്ക് ലെവൽസ് എന്ത് ചെയ്യുന്നു, ഫ്രീക്വൻ്റ് ആയി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മെയിൻറ്റെയിൻഡ് ഫ്രീക്വൻസി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആക്ഷൻസ് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ എറർ. ഇതിനെയാണ് ഡോപ്പമിൻ പ്രഡിക്ഷൻ എറർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഒരു കുട്ടിയുടെ അടുത്ത് നിന്ന് സാധാരണഗതിയിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന, വളരെ സാധാരണമായിക്കൊണ്ട് അവൻ കാണിക്കേണ്ട ഒരു ബിഹേവിയർ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ചായ കുടിച്ച ഗ്ലാസ് കഴുകി വെക്കുക എന്നുള്ളൊരു വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ. അത് ആ കുട്ടി സാധാരണഗതിയിൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു സാധനം തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ബിഹേവിയറിനൊന്ന് സ്പീഡാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതൊന്നുകൂടിയും എൻജോയബിൾ ആക്കാൻ വേണ്ടിയിട്ട് അവനക്ക് എന്തെങ്കിലും ഒരു റിവാർഡ് കൊടുക്കുന്നു. നീ ഇത് കഴുകി വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കഴുകി വെക്കുന്ന സമയത്ത് നിനക്ക് ഞാൻ എന്ത് ചെയ്യാം, ഇന്നൊരു ഫണ്ണ് എലമെൻറ്റ് നിനക്ക് തരാം, അല്ലെങ്കിൽ ഫോൺ നൽകാം, എന്തെങ്കിലും ഒരു റിവാർഡ് എലമെൻറ്റ് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ കുട്ടി ഫസ്റ്റ് തവണ അത് ആ ബിഹേവിയർ ഒന്ന് ഫാസ്റ്റ് ആക്കുന്നു, രണ്ടാമതും ഫാസ്റ്റ് ആക്കുന്നു, മൂന്നാമതും ഫാസ്റ്റ് ആക്കുന്നു. ഫ്രീക്വൻ്റ് ആയിട്ട് ഈ ഒരു ഫാക്ടർ അവന് കിട്ടിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ വളരെ നോർമലായിട്ട് ഉണ്ടാവേണ്ട ഒരു ബിഹേവിയറിന് നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ കൂടി അവിടെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഇത്തരത്തിലൊരു ഫൺ ഫാക്ടർ കൂടിയും നിനക്ക് എന്തുണ്ട്, ഇതിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത്. അതായത് ഇതിനെ ഒരു സമയത്ത് നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അവൻ സാധാരണയായി ചെയ്യേണ്ട ആ ഒരു ആക്ഷൻ അവനക്ക് തീരെ എൻജോയബിൾ അല്ലാതെ, തീരെ റിലേറ്റബിൾ അല്ലാതെ മാറുന്നു എന്നുള്ളൊരു പ്രശ്നമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എറർ. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് വേണമെന്ന് ആഗ്രഹമുള്ള, നമ്മളെ ഗ്രോ ചെയ്യാൻ സഹായിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പുള്ള ആക്ഷൻസിൽ നമ്മൾ എൻഗേജ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള അസോസിയേഷൻസിനോട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കണം. അതെങ്ങനെയാണ് സാധിക്കുക? ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് വളരെയധികം റിലേറ്റബിൾ ആവുന്ന രീതിയിൽ, വളരെയധികം അസോസിയേറ്റഡ് ആവുന്ന രീതിയിൽ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മളുടെ റിച്വലിൽ കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് ഈ വിഷയത്തിന് ചെയ്യാനുള്ള ഏക പോംവഴി. അതുകൊണ്ട് തന്നെ മോട്ടിവേഷൻ്റെ പിന്നാലെ പോയിട്ട് എപ്പോഴും ഹൈ ലെവൽസ് ഓഫ് ഡോപ്പമിൻ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടോ ചേസ് ചെയ്തുകൊണ്ടോ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മളുടെ ഇത്തരത്തിലുള്ള ബിഹേവിയറുകളെ കണ്ടീഷൻ ചെയ്യരുത്. കുറച്ചൊക്കെ ബോർഡം എംബ്രേസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആക്ഷൻസിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ അതിൻ്റെ ശരിയായ എൻജോയ്മെൻറ്റും അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. സോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഹാറ്റ്സ് ഓഫ്.